ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചാണ്. കമ്പനി ലൈനറാണ് കിടക്കുന്നത്. ലൈനർ കുറച്ചുകൂടി ഉപയോഗിക്കാനുണ്ട്. പിന്നെ നമുക്കതിൻ്റെ ഈ ഹബിനകത്ത് ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ബ്രേക്ക് വലിച്ചിൽ കാണിക്കും. തൽക്കാലം നമ്മൾ വാട്ടർ പേപ്പറൊക്കെ ഇട്ട് പിടിച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം. പരമാവധി ഉപയോഗിക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഈ സ്ലീവ് നമുക്ക് മാറ്റി ലെയ്ത്തിൽ കൊടുത്താൽ മാറ്റി കിട്ടും. പക്ഷേ അത് നമുക്ക് 1-2 ദിവസം താമസം വന്ന വർക്കാണ്. അപ്പോൾ അങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കൈയോടെ കൊണ്ടുവന്ന് നമുക്കത് ക്ലിയർ ചെയ്യണത് നന്നായിരിക്കും കേട്ടോ. കാരണം വെച്ചാൽ അതല്ലെങ്കിൽ നമുക്ക് ഇടുന്ന ബ്രേക്ക് ലൈനറൊക്കെ ലൈഫ് വളരെ കുറവായിരിക്കും. ബ്രേക്ക് ഒരു കംഫർട്ടായിരിക്കില്ല. കാരണം ഇപ്പോൾ ക്ലീൻ ചെയ്ത് ഇപ്പോൾ ഇടുമ്പോൾ കുറച്ച് കിട്ടും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും അത് ബ്രേക്ക് ഒരു ചതഞ്ഞ രീതിയിലേക്കുള്ള വരും. കാരണം കറക്റ്റ് ബ്രേക്കിൻ്റെ ഒരു പെർഫോമൻസ് കിട്ടാത്തൊരു കണ്ടീഷനിലേക്ക് വരും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ചെയിനൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്യാൻ ലൂസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ടൈറ്റ് ചെയ്ത് തരാം. എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് അയച്ച് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കണം. ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. തീരെ മോശമായിട്ടൊന്നുമില്ല. തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. ബാറ്ററി നമുക്കത് ഇരിക്കുന്ന ബാറ്ററി കംപ്ലൈൻ്റ് ആണ്. അതിൻ്റെ വോൾട്ട് വളരെ ലോയിലേക്ക് പോയിട്ടുണ്ട്. 9 വോൾട്ട് വന്നിട്ടുണ്ട്. ചില സമയങ്ങളിൽ 8 വോൾട്ടിലേക്ക് വന്നിട്ട്. ബാറ്ററി 2021 മോഡൽ ബാറ്ററിയാണ്. ബാറ്ററി മാറ്റിയാലാണ് നമുക്ക് ആ സെൽഫിൻ്റെ കേസൊക്കെ ക്ലിയർ ആവുള്ളൂ. സെൽഫ് വർക്ക് ചെയ്യണമെങ്കിലും ഇപ്പോൾ ഇലക്ട്രിക്കൽ ഫംഗ്ഷൻ കറക്റ്റ് ആവില്ല. അതായത് ഹെഡ്ലൈറ്റിനൊക്കെ വെട്ടക്കുറവ് ചിലപ്പോൾ കൂടും, ചിലപ്പോൾ കുറഞ്ഞു വരും. അതൊക്കെ ശരിക്കും ബാറ്ററിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ബാറ്ററി മാറ്റിയാൽ തന്നെയാണ് അത് ക്ലിയർ ആവുള്ളൂ കേട്ടോ. തന്നെയല്ല നമുക്ക് ഈ യൂണിക്കോൺ മോഡൽ എന്ന് പറയുമ്പോൾ DC ടൈപ്പാണ്. CD യൂണിറ്റൊക്കെ ബാറ്ററി സപ്പോർട്ട് വേണം. CD യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഈ കൺട്രോൾ യൂണിറ്റ് അത് ശരിക്കും ബാറ്ററി സപ്പോർട്ടൊക്കെ ഇല്ലയെന്നുണ്ടെങ്കിൽ അത് കംപ്ലൈൻറ്റ് വരാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം നമ്മളൊന്ന് അഴിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ബ്രേക്ക് തീരെ കുറവാണ്. ഡിസ്ക് ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ ഒട്ടും ബ്രേക്ക് കിട്ടാത്ത കണ്ടീഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം ഈ MC സബ് അസംബ്ലിയാണ്. നമ്മൾ കഴിഞ്ഞ 2 സർവീസ് നമ്മൾ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇത് അഴിച്ചാറുള്ളത് വെച്ചാൽ ഇത് അഴിച്ച് MC കിറ്റേപ്പടി മാറ്റിയിടാം. അതേപോലെ തന്നെ ഈ അടിയിൽ വരുന്ന വീലിനോട് ചേർത്ത് പറഞ്ഞാൽ ഈ കാളിപ്പൽ ബ്രാക്കറ്റ് ഒന്ന് അഴിച്ച് ഫുള്ള് ക്ലീൻ ചെയ്ത് ഈ പിസ്റ്റൺ ചിലപ്പോൾ മാറ്റേണ്ടി വന്നേക്കും. കാരണം വെച്ചാൽ നല്ല ടൈറ്റാണ് കാണിക്കാം. അപ്പോൾ നമുക്കത് അഴിച്ച് നോക്കിയിട്ട് ചിലപ്പോൾ ഊരി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചൂടാക്കിയിട്ടൊക്കെ അഴിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചൂടാക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റില്ല, മാറ്റിയിടേണ്ടതായിട്ട് വരും. അത് അലുമിനിയം ടൈപ്പാണ്. ഒരു സ്റ്റെപ്പ് വീഴും ചൂടാക്കി അഴിക്കുന്ന സമയത്ത്. അതങ്ങനെ ചെയ്യണതാണ് നല്ലത്. കാരണം എന്നാൽ തന്നെയാണ് ബ്രേക്ക് ക്ലിയർ ആവുള്ളൂ. അതല്ലാണ്ട് നമ്മളിപ്പോൾ റിപ്പയർ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും MC സബിന് നല്ല തേമാനമുള്ളതുകൊണ്ട് തന്നെ റിപ്പയർ കിറ്റ് മേടിച്ചിട്ടാലും നിൽക്കില്ല. ആ പൈസ പോകുന്നല്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് വീണ്ടും കംപ്ലൈൻറ്റ് വരും. പിന്നെ ഈ ബ്രേക്ക് പാഡ് സെറ്റ് കുറച്ചുകൂടി ഉപയോഗിക്കാണ്ട് നമുക്ക് അടുത്ത സർവീസിലൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ മാറ്റേണ്ടി വരും കേട്ടോ. ഇപ്പോൾ മാറ്റണമെന്നില്ല. കാരണം ഇപ്പോൾ നമുക്ക് കളിപ്പുറമൊക്കെ ക്ലീൻ ചെയ്ത് തരാം. മുകളിലത്തെ MCയും ബ്രേക്ക് ഫ്ലൂയിഡ് കാര്യങ്ങളൊക്കെ മാറ്റിയാൽ മതി. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് നമ്മൾ കൂടുതലൊന്ന് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. സ്പാർക്ക് പ്ലഗും എയർ ഫിൽറ്ററും ഒരുമിച്ച് മാറ്റേണ്ടതാണ്. നിലവിൽ നമുക്ക് മാറ്റേണ്ട പീരീഡ് ആയിട്ടില്ല. ക്ലീൻ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ നിലവിൽ ഇപ്പോൾ നമുക്ക് വരുന്ന പ്രതീക്ഷിക്കാവുന്ന ഒരു എസ്റ്റിമേറ്റ് ഞാൻ പറയാം. അതായത് ഡിസ്ക് ബ്രേക്കിൻ്റെ MC സബ് തുടങ്ങിയിട്ട് MC സബ്, എഞ്ചിൻ ഓയിൽ, അതിൻ്റെ ഈ ലിവറിൻ്റെയൊക്കെ ലിവറേജിൽ ചെറിയ അലൈൻമെൻറ്റിൽ ചെറിയ വേരിയേഷനൊക്കെ വന്നിട്ടുണ്ട്. പൊസിഷനൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ലിവറും കൂടി ഉൾപ്പെടുത്തി നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുതിയ വണ്ടി എടുത്തപ്പോൾ അതേ രീതിയിലുള്ളൊരു പെർഫോമൻസ് കിട്ടും നമുക്ക്. അങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ശരിക്കും. അപ്പോൾ ഞാനതെല്ലാം ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. ഈ ഡിസ്ക് ബ്രേക്ക് അഴിക്കേണ്ടതായതുകൊണ്ട് തന്നെ ഒരല്പം താമസിച്ചാണ് തീരുള്ളൂ വണ്ടി കിട്ടാം. കാരണം ഞാൻ ഒരല്പം ഡിലേ തന്നെ പണിയാണ്. ചെറിയ താമസം തന്നെ വരില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളൂ കേട്ടോ.